പഞ്ചായത്തിലും നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിലും വൈകി എത്തിയതിനെ തുടർന്ന് UDF അംഗങ്ങൾക്ക് വോട്ട് ചെയ്യാനായില്ല. വോട്ടെടുപ്പിൽ പങ്കെടുപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ പഞ്ചായത്ത് അംഗം ഇർഫാന പ്രതിഷേധിച്ചു. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിൽ LDFിലെ CM മീനാകുമാരിയെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. നറുക്കെടുപ്പിലൂടെ ബദിയടുക്ക പഞ്ചായത്ത് ഭരണം NDA സ്വന്തമാക്കി. D ശങ്കരൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി. അരുൺ, വൈകിയെത്തിയവർക്ക് വോട്ട് ചെയ്യാനായില്ല എന്ന് പറയുമ്പോൾ അത് ഫലത്തെ കൂടി ബാധിക്കുന്ന രീതിയിലേക്ക് മാറുന്നുണ്ടോ? അത്തരത്തിൽ ഫലത്തെ ബാധിക്കുന്ന രീതിയിൽ മാറിയിട്ടില്ല. പ്രധാനമായും കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലാണ് ഒരു UDF അംഗം വൈകിയെത്തിയത്. മഞ്ചേശ്വരം ഡിവിഷനിലെ അംഗമായിരുന്ന ഇർഫാനെയാണ് 5 മിനിറ്റ് വൈകിയെത്തിയതിനെ തുടർന്ന് വോട്ട് ചെയ്യാൻ സാധിക്കാതിരുന്നത്. ജില്ലാ കളക്ടർ തന്നെയായിരുന്നു ആ വോട്ടെടുപ്പിന്റെ കാര്യങ്ങൾ നിയന്ത്രിച്ചത്. 5 മിനിറ്റ് വൈകിയെത്തിയതോടെ ഇർഫാനെ വോട്ട് ചെയ്യാൻ അനുവദിക്കാൻ കഴിയില്ല എന്ന നിലപാട് ജില്ലാ കളക്ടർ അറിയിച്ചു. അതൊരു നിയമപരമായ നടപടിക്രമത്തിന്റെ ഭാഗമാണെന്ന കാര്യമാണ് അറിയിച്ചത്. അതിനുശേഷം ഇർഫാന അല്പസമയം ഈ വോട്ടെടുപ്പ് നടക്കുന്ന ഹാളിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു തന്നെ വോട്ടെടുപ്പിൽ പങ്കെടുപ്പിക്കണം എന്നാവശ്യപ്പെട്ടു. എന്നാൽ അത് പരിഗണിക്കാതെയാണ് വോട്ടെടുപ്പ് നടക്കുകയും ചെയ്തത്. ജില്ലാ പഞ്ചായത്തിൽ ഇതിനകം തന്നെ LDFന് ഭൂരിപക്ഷമുണ്ട്. അത് ഒരു സീറ്റ് കൂടി കക്ഷി നിലയിൽ ഒരു സീറ്റ് കൂടി ഭൂരിപക്ഷത്തിലാണ് ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സാബു എബ്രഹാം വിജയിച്ചത്. 9 സീറ്റുകൾ LDFന് 9 വോട്ടുകൾ LDFന് ലഭിച്ചപ്പോൾ 7 സീറ്റ് മാത്രമാണ് UDFന് ലഭിച്ചത്. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിലും സമാനമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായി. ചെറുവത്തൂർ ഡിവിഷനിലെ അംഗമായിട്ടുള്ള മുഹമ്മദ് അലി വൈകിയാണ് ഈ വോട്ടെടുപ്പ് സ്ഥലത്തേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് അലിക്കും വോട്ട് ചെയ്യാൻ അവസരം ഉണ്ടായിരുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതൊക്കെ നിയമ അല്ലെങ്കിൽ നടപടിക്രമത്തിന്റെ ഭാഗമാണ്. കൃത്യസമയത്ത് എത്തിയില്ലെങ്കിൽ അംഗങ്ങൾക്ക് വോട്ട് ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടാകും എന്നതാണ് റിട്ടേണിംഗ് ഓഫീസർമാർ അവരെ അറിയിച്ചത്. ശരി, അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്.